ഹലോ കൂട്ടുകാരെ, നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് ഒട്ടും താമസിയാതെ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ കറിയായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 8-9 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇനി സവാള വഴറ്റുന്ന സമയത്ത് ബാക്കി പകുതിയും കൂടെ ചേർത്ത് സവാള വഴറ്റിയെടുക്കാം. ഇനി അടുത്ത് ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. മൈദാമാവ് ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താലും മതിയാകും. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി എല്ലാം കൂടെ കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ സമയമുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇവിടെ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് അതിനകത്തോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണ്ട. ചിക്കൻ ഒന്ന് കളർ മാറി ഫ്രൈ ആകാൻ തുടങ്ങുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടോ, ചിക്കൻ ഇവിടെ ഫ്രൈ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേനും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ സെയിം എണ്ണയിൽ തന്നെയാണ് ഞാനിവിടെ സവാള വഴറ്റാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാളയും ഒരു 10-15 ചെറിയ ഉള്ളിയും കൂടെ സ്ലൈസസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. എരിവില്ലെങ്കിൽ ഞാൻ ഇനിയും പച്ചമുളക് ചേർക്കുന്നുണ്ട്. ആദ്യം ഞാനിവിടെ ഒരു പച്ചമുളകാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഈ സവാള വഴറ്റിയെടുക്കാം. സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് സവാള മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോ ഈ സവാളയിൽ കിടന്ന് നന്നായിട്ട് തന്നെ കുക്കാവണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ടൊമാറ്റോ കുക്കാകുന്ന സമയം കൊണ്ട് തന്നെ ചിക്കനിലേക്ക് ചേർക്കേണ്ട പൊടികളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ഒരു കളറും ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് സിമ്മിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊടി മൂത്ത് വരുന്ന സമയത്ത് ഒരു സ്മെല്ലടിക്കുമല്ലോ, ആ സമയമാകുമ്പോഴത്തേനും ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. കണ്ടോ, ഈ സ്റ്റേജ് എത്തുമ്പോഴത്തേനും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തിളക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നേരത്തെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ടൊമാറ്റോ നന്നായിട്ട് തന്നെ ഇവിടെ കുക്കായിട്ടുണ്ട്. എണ്ണയെല്ലാം നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജ് ആകുമ്പോഴത്തേനും ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എണ്ണയെല്ലാം ഇതേപോലെ തെളിഞ്ഞ് വരണം. ഈ സമയത്ത് മാത്രമേ ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവൂ. ചിക്കൻ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. അതിൽ ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതേപോലെ ലൂസാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ പൊടിയും നന്നായിട്ട് തന്നെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഞാനിവിടെ ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത്. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ എത്രയാണോ ഗ്രേവി ആവശ്യം അതനുസരിച്ച് വേണം ഞാനിവിടെ വെള്ളം ചേർക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതനുസരിച്ച് വേണം ഇതിനകത്തോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതേപോലെ 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരിക്കൽ കൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓൾറെഡി ഇത് ഫ്രൈ ചെയ്ത ചിക്കനാണ്, അപ്പോൾ ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കറി ഇവിടെ എല്ലാം എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റ് തന്നെയാണ്, അതേപോലെ എരിയെല്ലാം കറക്റ്റ് തന്നെയാണ്. ഗ്രേവി എനിക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചാണ് ഞാനിവിടെ വെള്ളം ചേർത്തിരിക്കുന്നത്. അവസാനമായി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് ഒരു അരമണിക്കൂർ വരെ ഒന്ന് മൂടി വയ്ക്കാം. അങ്ങനെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ റെസിപ്പി കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അടുത്ത നല്ല ഒരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബായ്.